الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. السلام عليكم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യം, സലഫു സ്വാലിഹീങ്ങൾ അവർ അല്ലാഹുവിനോടുള്ള ബന്ധത്തിൽ, ഇബാദത്തുകളിൽ മുഴുകുന്ന കാര്യത്തിൽ, തിന്മകൾ അകറ്റി നിർത്തുന്ന മേഖലയിൽ അവരുടെ നിലപാടുകളും സമീപനങ്ങളും അവരിൽ നിന്ന് നമുക്ക് പകർന്നു തന്ന ആധാറുകളും അത് പരസ്പരം ഓർമ്മപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഇന്നത്തെ നമ്മുടെ സംസാരത്തെ നമ്മൾ മുൻനിർത്തി ലക്ഷ്യമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ സലഫു സാലിഹീങ്ങൾ, സ്വഹാബത്ത് മുന്നിൽ നിൽക്കുന്ന, സ്വഹാബത്തിന് ശേഷം താബിഈങ്ങൾ പിന്നിൽ വരുന്ന, താബിഈങ്ങൾക്ക് ശേഷം താബിഈങ്ങൾ അണിനിരക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനാവിലൂടെ ഉത്തമർ എന്ന് വിശേഷിപ്പിച്ച ആദ്യ 3 തലമുറകൾ, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും, അവിടുന്ന് പറഞ്ഞുവല്ലോ, ഉത്തമമായ തലമുറ എൻ്റെ തലമുറയാണ്, സ്വഹാബത്തിൻ്റെ തലമുറ, പിന്നെ അവർക്ക് ശേഷം വരുന്നവർ, പിന്നെ അവരെ തുടർന്ന് വരുന്നവർ, അവർ താബിഈങ്ങളാണ്, താബിഈങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ മാർഗം പിൻപറ്റാനാണ് നമ്മളോട് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞുവല്ലോ, മയ്യശാഖിഹിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. സന്മാർഗം, ഹഖ് എന്താണെന്ന് മനസ്സിലായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തോട് എതിരിടുന്നവർ, നബിയുടെ മാർഗത്തോട് എതിരിടുകയും വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗത്തെ പിൻപറ്റുന്നവർ. അവിടെ പറഞ്ഞ മുഅ്മിനീങ്ങൾ ആരാണ്? സഹാബത്താണ്, സലഫുകളാണ്. അപ്പൊ അവരുടെ മാർഗം പിൻപറ്റിയിട്ടില്ലെങ്കിൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അല്ലാഹു പറഞ്ഞു, അവരെ നാം തിരിഞ്ഞിടത്തേക്ക് തിരിച്ചു കളയും, അവരെ നരകത്തിലിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കരിച്ചു കളയും. അപ്പോൾ സലഫുകളുടെ മാർഗം നമ്മൾ പിൻപറ്റിയിട്ടില്ലെങ്കിൽ അവരാണ് ആദ്യത്തെ മുഅ്മിനീങ്ങൾ, അവരാണ് ആദ്യമായി ഖുർആനും സുന്നത്തും കേട്ടവർ, അതനുസരിച്ച് പ്രവർത്തിച്ചവർ. അതുകൊണ്ട് അവർ ഇതുപോലെ മനസ്സിലാക്കി അവർ ആ മാർഗത്തിൽ സഞ്ചരിച്ചതുപോലെ എക്കാലത്തുമുള്ള മുസ്ലിമീങ്ങൾ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും അതിലായി മരിക്കുകയും ചെയ്താൽ അതാണ് ഹഖ്, അതാണ് സിറാത്തുൽ മുസ്തഖീം, അതാണ് ഹുദ. അല്ലാഹു സൂറത്തു അൻആമിൽ പറഞ്ഞു, ഉലൈകല്ലദീന ഹദല്ലാഹ്, ഇവർ ഇക്കൂട്ടർ, മൊത്തത്തിൽ അമ്പിയാക്കളെയും മുർസലീങ്ങളെയും പറഞ്ഞതിന് ശേഷം അവരിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളായവർ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ, സ്വഹാബത്ത്, സലഫുകൾ, ഉലൈകല്ലദീന ഹദല്ലാഹ്, അവരാണ് അല്ലാഹു ഹിദായത്തിലാക്കിയവർ, അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ ഇവരാണ്. എന്നിട്ട് അല്ലാഹു പറയണം, ഫബിഹുദാഹു മുഖ്തദിഹ്, അവരുടെ സന്മാർഗത്തെ നിങ്ങൾ പിന്തുടരുക, അവർക്ക് ലഭിച്ച സന്മാർഗ ദർശനത്തെ നിങ്ങൾ അനുധാവനം ചെയ്യുക, നിങ്ങൾ അതിനെ പിൻപറ്റുക.
അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് സലഫുകൾ സഞ്ചരിച്ച വഴിയേ നമ്മോട് സഞ്ചരിക്കാൻ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സലഫു സ്വാലിഹീങ്ങൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധത്തിൽ, ജനങ്ങളുമായുള്ള ബന്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് അവനെ ധിക്കരിക്കാതെ അവനെ വഴിപ്പെട്ട് ജീവിച്ചതിൻ്റെ കാരണത്താൽ അവരുടെ കാര്യങ്ങൾ, ഐഹികമായ കാര്യങ്ങൾ വരെ അത്ഭുതകരമായി അള്ളാഹു അവർക്ക് നിഷ്പ്രയാസം നടത്തിക്കൊടുത്തതായി അവരുടെ ആസാറുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ ചെറുപ്രായക്കാരിൽപ്പെട്ട മഹാനായ മസ്ലമത്ത് ഇബ്നു മുഖല്ലദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരിക്കൽ കത്തെഴുതുകയാണ്. സ്വഹാബികളിൽ പ്രമുഖനായ, സ്വഹാബികളുടെ കൂട്ടത്തിൽ പ്രായമുള്ള അബൂദർദാ റളിയല്ലാഹു അൻഹു താരതമ്യേന സ്വഹാബികളിൽ പ്രായം കുറഞ്ഞ മഹാനായ മസ്ലമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കത്തെഴുതി അയക്കാണ്. അമ്മാ ബഅദു ഫഇന്നൽ അബ്ദ ഇദാ അമില ബിതാഅത്തില്ലാഹ് അഹബ്ബഹുല്ലാഹ്. ഒരടിമ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചാൽ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചാൽ അഹബ്ബഹുല്ലാഹ്, അല്ലാഹു അവനെ ഇഷ്ടപ്പെടും. ഫഇദാ അഹബ്ബഹുല്ലാഹു ഹബ്ബബഹു ഇലാ ഖൽഖിഹി. അങ്ങനെ അല്ലാഹു അവനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹുവിൻ്റെ സൃഷ്ടികളോട്, അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ അവനിലേക്ക് ഇഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലാഹു ഉണ്ടാക്കും. അല്ലാഹുവിൻ്റെ പടപ്പുകൾക്കിടയിൽ അവന് ഇഷ്ടം അല്ലാഹു ഇട്ടുകൊടുക്കും. വഇദാ അമില ബിമഅസിയത്തില്ലാഹ് അബ്അദഹുല്ലാഹ്. ഒരാൾ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാൽ അല്ലാഹു അവനോട് കോപിക്കും. ഫഇദാ അബ്ഗളഹുല്ലാഹു ബഗ്ഗളഹു ഇലാ ഖൽഖി. അങ്ങനെ അല്ലാഹു ഒരാളോട് കോപിച്ചാലോ അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ അവനോട് കോപിക്കുന്ന അവസ്ഥ അല്ലാഹു സംജാതമാക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമുക്ക് ജനങ്ങളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി, ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം സലഫുകൾ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുക. എങ്കിൽ അള്ളാഹുവിൻ്റെ പടപ്പുകളുടെ കാര്യം അവൻ നോക്കിക്കോളും. അവർക്ക് നമ്മോടുള്ള ഇഷ്ടം അള്ളാഹു ഇട്ട് കൊടുക്കും, അവരെ ഖൽബിൽ അള്ളാഹു ഇട്ട് കൊടുക്കും. നമ്മൾ നേരെ തിരിച്ചാണ്. ആളുകളുടെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കും. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് പ്രവർത്തിച്ചു ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച്, എന്തു സംഭവിക്കും? യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പകരം അവൻ്റെ വെറുപ്പ് അവൻ സമ്പാദിക്കും. അള്ളാഹുവിൻ്റെ വെറുപ്പ് സമ്പാദിച്ചാലോ അള്ളാഹുവിൻ്റെ പടപ്പുകൾക്കിടയിലും അവൻ അറിയാതെ വെറുപ്പ് സമ്പാദിക്കുന്നവനായി മാറും. അപ്പൊ ജനങ്ങളുടെ ഇഷ്ടം നേടാനുള്ള സൂത്രവാക്യാണ് ഈ അസറിൽ അബൂദർദാ റളിയല്ലാഹു അൻഹു മസ്ലമ റളിയല്ലാഹു അൻഹുവിനെ എഴുതി അറിയിച്ചത്. ജനങ്ങളുടെ ഇഷ്ടം കിട്ടണം, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. എങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കും. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ എന്താണ് അവസ്ഥ? അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവൻ ആകാശലോകത്ത് മലക്കുകൾക്കിടയിൽ വിളിച്ചു പറയും, ഇതാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാൽ ഇന്നവനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുക. അങ്ങനെ മലക്കുകൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. മലക്കുകൾ മറ്റു മലക്കുകളോട് അറിയിക്കും, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാൽ ഇന്നവനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുക. അങ്ങനെ അല്ലാഹു മലക്കുകളും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്തുള്ള മനുഷ്യന്മാർക്കിടയിൽ അവരുടെ ഹൃദയങ്ങളിൽ ഇവനോടുള്ള ഇഷ്ടം സ്ഥാപിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ജനങ്ങളുടെ ഇഷ്ടം സമ്പാദിക്കാൻ, അതാരും ആകട്ടെ, നമ്മളോടടുത്ത നമ്മുടെ കൂടെ കഴിയുന്നവരാകട്ടെ, മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, മാതാപിതാക്കളാകട്ടെ, വേണ്ടപ്പെട്ടവരാകട്ടെ, ആരുമാകട്ടെ, എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അവർക്ക് നമ്മോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകണമെങ്കിൽ, നമുക്ക് അങ്ങോട്ട് തിരിച്ച് ആത്മാർത്ഥമായ സ്നേഹം സാധ്യമാകണമെങ്കിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ച് അവനെ വഴിപ്പെട്ട് ജീവിച്ച് അവന് വേണ്ടി സ്നേഹിക്കുക.
ആരെങ്കിലും നമ്മൾ വെറുക്കുന്നുവെങ്കിൽ അള്ളാഹു വെറുക്കാൻ പറഞ്ഞ അളവിൽ, അള്ളാഹു വെറുക്കാൻ പറഞ്ഞവരെ വെറുക്കാൻ പറഞ്ഞ രൂപത്തിൽ വെറുക്കുക. അള്ളാഹുവിന് വേണ്ടി സ്നേഹവും അള്ളാഹുവിന് വേണ്ടി വെറുപ്പുമാക്കുക. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക, അവനെ ധിക്കരിക്കാതിരിക്കുക. ജനങ്ങളുടെ ഇഷ്ടം നേടാൻ സാധിക്കുമെന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു ഉണർത്തുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധരായ സ്വഹാബികൾ, ഫാൻ്റെ ആവശ്യമുണ്ടോ? തണുക്കുന്ന എന്താണോ, പനി വരുന്നുണ്ടോ എന്ന് സംശയം. അബൂ സഅലബത്തുൽ ഖുശനി, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖരായ രണ്ട് സ്വഹാബികൾ. ഒന്ന് അബൂ സഅലബ അൽ ഖുശനി, മറ്റൊരാൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുമാ. രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരുമിച്ചിരിക്കുകയാണ്. അബൂ സഅലബ റളിയല്ലാഹു അൻഹു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, യാ അബാ ഇസ്ഹാഖ്, മാ മിൻ അബ്ദിൻ തഫറഗ ലിഇബാദത്തില്ലാഹി ഇല്ലാ കഫാഹു അല്ലാഹു മഊനത്തദ് ദുനിയ. ഓ അബൂ ഇസ്ഹാഖ്, ഏതൊരടിമയാണോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിരുന്നത്, അതായത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് മുഴുകി ജീവിച്ചത്, ഇല്ലാ കഫാഹുല്ലാഹു മഊനത്തദ് ദുനിയ, അവൻ അള്ളാഹു അവൻ്റെ ഐഹികമായ കാര്യങ്ങൾ, ഐഹികമായ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു മതിയാക്കി നൽകുന്നതാണ്. അവൻ്റെ ചെലവ് അള്ളാഹു ഏറ്റെടുക്കുന്നതാണ്. ദുനിയാവിൻ്റെ കെട്ടുപാടുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു നിർബന്ധമാക്കിയ ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൂലി പ്രതീക്ഷിച്ച ഒരാൾ, വീഴ്ച വരുത്താതെ അത് കാത്തു സൂക്ഷിച്ച ഒരാൾ ജീവിച്ചാൽ ദുനിയാവിലെ അവന്റെ പ്രതിസന്ധികൾ അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ്. അബൂ സഅലബ റളിയല്ലാഹു അൻഹു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഫഇന്ന ഫി കിതാബില്ലാഹിൽ മുനസ്സൽ, ഈ ആശയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്. ഇത് അള്ളാഹുവിന്റെ കിതാബിലുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരാണ് അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നത് അള്ളാഹുവിന് എളുപ്പമുണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു അവന് റിസ്ക് നൽകും. എന്നിട്ട് അദ്ദേഹം പറയണം, മൻ ജഅലൽ ഹുമൂമ ഹമ്മൻ വാഹിദൻ ഫജഅലഹു ഫീ ത്വാഅത്തില്ലാഹ് കഫാഹു അല്ലാഹു മാ ഹമ്മഹു, ആരാണോ തന്റെ ലക്ഷ്യങ്ങളെല്ലാം സ്വരുക്കൂട്ടി ഒരൊറ്റ ലക്ഷ്യമാക്കി മാറ്റിയത്, അതെന്താണ് അവന്റെ ഒറ്റ ലക്ഷ്യം? ദുനിയാവിൽ അവൻ ജീവിക്കുമ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. ജോലി സമ്പാദിക്കണം, കുടുംബത്തെ പോറ്റണം, സാമൂഹികമായ ബാധ്യതകൾ നിറവേറ്റണം, പാവപ്പെട്ടവരെ സഹായിക്കണം, സ്വന്തം നഫ്സിന്റെ തടി നോക്കണം. ഇങ്ങനെ ദുനിയാവിൽ മനുഷ്യന്മാർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. ഈ ലക്ഷ്യങ്ങളെല്ലാം കൂടി ഒന്നാക്കി ഫജഅലഹു ഫീ ത്വാഅത്തില്ലാ, എന്നിട്ട് എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്നതിലേക്ക് അവൻ വഴിമാറ്റി. എങ്ങനെയാണത്? ജോലി സമ്പാദിക്കാൻ എന്തിനു വേണ്ടി? അള്ളാഹുവെ ഇസ്സത്തോടുകൂടി ഒരാളുടെ മുമ്പിൽ കൈനീട്ടാതെ സ്വന്തം സമ്പാദിച്ച് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്ന ഉദ്ദേശത്തിൽ. അള്ളാഹു എൻ്റെ കുടുംബത്തെ നീ പറഞ്ഞ രൂപത്തിൽ നിന്റെ ദീനനുസരിച്ച് വളർത്താൻ, ന്യായമായ സമ്പാദ്യം, ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ, ആരുടെ മുമ്പിലും എൻ്റെ ദീനും ദുനിയാവും പണയം വെക്കാതെ നിന്നെ മാത്രം പേടിച്ച് ജീവിക്കാൻ റബ്ബേ ഇതാ ഞാൻ മേലെനിക്ക് പണിയെടുക്കും. ഇങ്ങനെ എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ, ദുനിയാവിന്റെ എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ, ഈ ലക്ഷ്യങ്ങളെല്ലാം ഒരുമിച്ച് ഫജഅലഹു ഫീ ത്വാഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്ക് അവൻ മാറ്റി സ്ഥാപിച്ചു. കഫാഹുല്ലാഹു മാ ഹമ്മഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ എന്തൊക്കെ ലക്ഷ്യങ്ങളും തേട്ടങ്ങളും അതൊക്കെ മതിയാക്കി കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ആശയം കൂടിയാണത്. മൻ കാനത്തി ദുനിയ ഹമ്മുഹു, ആരുടെ ലക്ഷ്യമാണോ പ്രധാനമായ ലക്ഷ്യമാണോ ദുനിയാവായി മാറിയത്, അവന്റെ കൺമുമ്പിൽ അള്ളാഹു ദാരിദ്ര്യമിട്ട് കൊടുക്കും, അവന്റെ കാര്യങ്ങൾ ഛിന്ന ഭിന്നമാകും. ആരുടെ പരമപ്രധാനമായ ലക്ഷ്യമാണോ ആഖിറമായത്, ജമഅ അല്ലാഹു ശംലഹു, അവന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു സ്വരുക്കൂട്ടി കൊടുക്കും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ കൽബിൽ അള്ളാഹു സമ്പത്തിട്ട് കൊടുക്കും, അവന്റെ കൽബിൽ ധന്യത ഇട്ട് കൊടുക്കും.
ദുനിയാവ് അവന്റെ പിന്നാലെ അവനെ തേടി വരും. അവൻ ദുനിയാവിന്റെ പിന്നാലെ തേടി പായേണ്ടതില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയണം. മറ്റാളോ ദുനിയാവിന് വേണ്ടി ദുനിയാവിൽ ജീവിച്ച് അള്ളാഹുവിന്റെ ദീൻ പരലോകം മറന്നവൻ ദുനിയാവിനെ ലക്ഷ്യമാക്കി ജീവിക്കുന്നു. അവന്റെ കാര്യങ്ങളെല്ലാം ഛിന്നഭിന്നമാകുന്നു. ഒരു ബറക്കത്തും ലഭിക്കാതെ അവൻ ദുനിയാവിൽ മരണം വരെ ഓടിത്തീർക്കുന്നു. അവന് ലഭിക്കുന്നതോ ഇല്ല മക്കതബല്ലാഹ്, അള്ളാഹു എഴുതി വെച്ചതല്ലാതെ അവനൊരു നയാ പൈസ അധികം ലഭിക്കുന്നില്ല. അപ്പോൾ ആരാണോ ആഖിറത്തിനു വേണ്ടി അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക എന്നതിലേക്ക് സകല ലക്ഷ്യങ്ങളെയും മാറ്റി സ്ഥാപിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതാണ്. വളമിന സമാവാതു വൽ അർദ്, ആകാശഭൂമികൾ അതിന് ജാമ്യം നിൽക്കുന്നതാണ്. ആകാശഭൂമികൾ അതിനുവേണ്ടി അവന് സംവിധാനമൊരുക്കുന്നതാണ്. ഫകാന റിസ്ഖുഹു അലല്ലാഹി വഅമലുഹു ലിനഫ്സിഹി, അവന്റെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തതാണ്. ഇങ്ങനെ ജീവിക്കുന്നവന്റെ റിസ്ക് അള്ളാഹുവിന്റെ മേൽ ബാധ്യതയാണ്. വഅമലുഹു ലിനഫ്സി, അവൻ അള്ളാഹിനനുസരിച്ച് ജീവിക്കുമ്പോൾ അമൽ അവനുള്ളതാണ്. റിസ്ക് അള്ളാഹ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇങ്ങനെ ജീവിക്കുന്നവരുടെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തു. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിൽ അവന് റിസ്ക് നൽകുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. എന്നാൽ അവൻ അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്നവന്റെ അമലോ വഅമലുഹു ലിനഫ്സി, അത് ആഖിറത്തിലേക്ക് അവന് വേണ്ടിയുള്ള സമ്പാദ്യമാണ്, അതവനാണ്. വമൻ ഫറഖ ഹുമൂമഹു ഫജഅല ഫീ കുല്ലി വാദിൻ ഹമ്മ, ഇനി ആരാണോ തന്റെ ലക്ഷ്യങ്ങളും തേട്ടങ്ങളും അത് ഛിന്ന ഭിന്നമാക്കിയത് ദുനിയാവിന് വേണ്ടി, ആഖിറം വന്ന് പല ജാതി ലക്ഷ്യങ്ങൾ ആരാണോ സ്ഥാപിച്ചത്, ഫജഅല ഫീ കുല്ലി വാദിൻ ഹമ്മ. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അവൻ കാണുന്ന താഴ്വരയിലെല്ലാം അവൻ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അതായത് അവന്റെ ആഗ്രഹവും മോഹവും പൂതി അഭിലാഷവും ദുനിയാവിലെ എന്താ പറയാ സ്വപ്ന കൊട്ടാരങ്ങളൊന്നും തീരുന്ന സാഹചര്യം ഉണ്ടാവില്ല. കാണുന്ന താഴ്വരയിലെല്ലാം കാണുന്നതെല്ലാം ദുനിയാവിൻ്റെതെല്ലാം അവനെ വെട്ടിപ്പിടിക്കണം എന്നുള്ള മോഹമായിരിക്കും. അവന്റെ ലക്ഷ്യവും മോഹവും അംബീഷനൊന്നും തീരൂല. ലം യുബാലില്ലാഹു ഫി അയ്യിഹാ ഹലക്, അവൻ കാണുന്നിടത്തെല്ലാം അവന്റെ ലക്ഷ്യം സ്ഥാപിക്കുകയും ആ ലക്ഷ്യങ്ങളിൽ ഏതിലാണ് അവൻ നശിച്ചത് എന്ന പിന്നെ ചോദ്യമില്ല. ആ താഴ്വരകളിൽ ഐഹികമായ മോഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും സ്വപ്ന താഴ്വരകളിൽ അവൻ എവിടെയാണ് പോയി തുലഞ്ഞത് എന്നതിൽ പിന്നെ ചർച്ചയില്ല. നോക്കൂ നിങ്ങൾ, ഇതാണ് ദുനിയാവിനെ ലക്ഷ്യമാക്കുന്നവരും ആഖിറത്തിനെ ലക്ഷ്യമാക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഗൗരവത്തിൽ വിലയിരുത്തേണ്ടുന്ന ഒരു അസറാണിത്. നമ്മുടെ ഐഹികമായ എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ടോ, എന്തെല്ലാം നമ്മുടെ പദ്ധതികളുണ്ടോ, പ്ലാനിങ്ങുകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, മോഹങ്ങളുണ്ടോ, അഭിലാഷങ്ങളുണ്ടോ, ഇതെല്ലാം അള്ളാഹുവിനനുസരിക്കുന്ന രൂപത്തിൽ അവന്റെ ദീനിലേക്ക് അതിനെ വളച്ചൊതുക്കണം. നമ്മൾ ദീനിലേക്ക് നമ്മൾ ഫ്ലെക്സിബിൾ ആവണം. നമ്മുടെ ദുനിയാവ് ഫ്ലെക്സിബിൾ ആവണം. ദുനിയാവിന് വേണ്ടി ദീനിനെ അങ്ങോട്ട് വളക്കലല്ല, ദീനിലേക്ക് ദുനിയാവിനെ ഇങ്ങോട്ട് വളക്കുക. ദുനിയാവണ പിന്നാലെ വളഞ്ഞു തൂങ്ങി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അതത്ഹു ദുനിയ ഫഹിയ റാഗിമ, കീഴ്പ്പെടുത്തപ്പെട്ടതായ നിലയിൽ ദുനിയാവ് നമ്മുടെ പിന്നാലെ വരും. ദുനിയാവിലേക്ക് നമ്മൾ അങ്ങോട്ട് വളഞ്ഞാലോ വളഞ്ഞ് വളഞ്ഞ് ഒടുങ്ങുമെന്നല്ലാതെ നമ്മുടെ കാര്യങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഇമാമുൽ ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആസാറുകൾ വിലയിരുത്തിക്കൊണ്ട് പറയുകയാണ്, മിന തഫറുഗി ലിൽ ഇബാദത്തി അസ്സഅ ഫി സബബ്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിമേലൊന്നും ഇല്ലാതെ കുടുംബത്തൊന്നും പോറ്റാതെ പള്ളിന്റെ മൂലയിൽ ഇങ്ങനെ 24 മണിക്കൂറും ചടഞ്ഞിരിഞ്ഞാൽ മതി എന്നാണോ? അല്ല. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്സഅ ഫി സബബ്, അതിൽപ്പെട്ടതാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാരണങ്ങൾ അത് നമ്മൾ തേടി പുറപ്പെടുക എന്നുള്ളത്. കുടുംബത്തെ പോരാണെങ്കിൽ അധ്വാനിക്കണം, സമ്പാദിക്കണമെങ്കിൽ ജോലി ഉണ്ടാവണം. ഈ സബബുകൾ, ഈ കാരണങ്ങൾ സ്വീകരിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതൊരു ഇബാദത്തായി മാറ്റുക എന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉറങ്ങാണെങ്കിൽ വരെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അവബോധമുള്ള ആളുകളുടെ പതിവ് ചര്യകൾ വരെ ഇബാദത്തുകളാക്കി മാറ്റാൻ പറ്റും. ഉറക്കവും ഭക്ഷണവും ജോലിയും കൂലിയും വേലയൊക്കെ ഇബാദത്താക്കി മാറ്റാൻ പറ്റും. നല്ല നിയത്തുകൾ സ്ഥാപിച്ചാൽ മതി. അള്ളാഹു നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യമുണ്ടാകാൻ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, ബിസ്മില്ലാ. കുളിക്കുകയാണ്, നമ്മൾ ചൂടെടുത്തിട്ട് ശരീരമാകെ വേർത്തൊലിച്ച് നമ്മൾ കുളിക്കുകയാണ് ശരീരം തണുപ്പിക്കാൻ വേണ്ടി. അള്ളാഹുവേ,
ശുദ്ധി ഈമാനിന്റെ പാതിയാണല്ലോ റബ്ബേ. നിനക്ക് വൃത്തിയിൽ ഉന്മേഷവാനായ ഇബാദത്ത് ചെയ്യാൻ ഞാനിത് എന്റെ ശരീരം തണുപ്പിക്കുകയാണ്. ബിസ്മില്ലാ, ഇബാദത്തായി. ഉറങ്ങുകയാണ്. അല്ലാഹുവേ, നിനക്ക് മടിയില്ലാതെ അലസതയില്ലാതെ ഉന്മേഷവാനായ ഇബാദത്ത് ഞാനിത് റബ്ബേ 10 മിനിറ്റ് ഉറങ്ങാണ്. ബിസ്മില്ലാ, കൂലിയായി, ഇബാദത്തായി. ഇങ്ങനെ ഓരോന്നും നമ്മുടെ ദുനിയാവിന് വേണ്ടിയുള്ള ഓരോ ചുവടുവെപ്പും നല്ല നീയത്തുകൾ കൊണ്ട് സമ്പന്നമാണെങ്കിൽ അതൊക്കെ ഇബാദത്താണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത്, ആദാതു അഹ്ലിൽ യഖ്ലതി ഇബാദാത്തുൻ. അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ അവബോധമുള്ള ആളുകൾ, ഉന്മേഷവാന്മാർ, അവരുടെ പതിവ് ചര്യകൾ വരെ ഇബാദത്തുകളായി മാറും. വ ഇബാദാതു അഹ്ലിൽ ഗഫ്ലതി ആദാത്തുൻ. എന്നാൽ ദീനിന്റെ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയില്ലാത്ത ആളുകൾ ഇബാദത്തുകൾ വരെ പതിവ് ചര്യകളായി അതപ്പതിക്കും. അവർ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ദീനി വിഷയങ്ങളിൽ ശ്രദ്ധയോ നീയത്തിന്റെ വിഷയത്തിൽ ജാഗരൂകതയൊന്നുമില്ല. പക്ഷെ അവരുടെ ഇബാദത്തുകൾ പോലും വെറും പണിയായി അതപ്പതിക്കും. വെറും പണിയായി, കൂലിയില്ലാത്ത പാഴ്വേലകളായി മാറുന്ന അവസ്ഥയുണ്ടാകും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായി തേടാൻ പറഞ്ഞ കാരണങ്ങൾ, അതിൽ നമ്മൾ മെനക്കെടുക എന്നുള്ളത് ഇബാദത്താണ്. അത് ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നതിൽ പെട്ടത് തന്നെയാണ്. ജോലിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാരണങ്ങൾ തേടിക്കൊണ്ട് ദുനിയാവിന്റെ പരിശ്രമങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. വലാ സിയമാ ലിമൻ ലഹു ഇയാൽ, പ്രത്യേകിച്ച് കുടുംബവും പ്രാരാബ്ധമൊക്കെ ഉള്ള ആളുകൾ, ആശ്രിതരുള്ള ആളുകൾ, അവരെന്ത് ചെയ്യണം? അധ്വാനിക്കണം. അള്ളാഹു ഹലാലാക്കിയ മാർഗങ്ങളിലൂടെ അധ്വാനിക്കണം. പക്ഷേ ആ അധ്വാനത്തിന് അവന്റെ ദീൻ തടസ്സമാകാൻ പാടില്ല. ദീനിയായ വിഷയങ്ങൾ, നിസ്കാരം, അവന്റെ ഇബാദത്ത്, നിർബന്ധമായ കാര്യങ്ങൾ പാലിക്കുന്നിടത്ത് അവന്റെ അധ്വാനമോ ജോലിയോ തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞുവല്ലോ, ഇന്ന അഫ്ളല മാ അകല റജുലു മിൻ കസ്ബി യമീനിഹി. ഒരു മനുഷ്യൻ തിന്നുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമ്പാദ്യം, ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം മിൻ കസ്ബി യമീനി, അവന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് അവൻ വാങ്ങി ഭക്ഷിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം. അതിനേക്കാൾ അഫ്ളലായ ഭക്ഷണമില്ല എന്നാണ്. അപ്പൊ കൈ കൊണ്ട് അധ്വാനിച്ച് തിന്നുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അതൊന്നും ചെയ്യാതെ പള്ളിന്റെ മൂലയിൽ കുത്തിയിരുന്ന് കുടുംബത്തെയും മക്കളെയും പട്ടിണിക്കാക്കുക എന്നുള്ളതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ശരി, എന്നാൽ ഇതിന് സാധിക്കാത്ത ആളുകളോ? അവരെങ്ങനെയാണ് ഈ പറഞ്ഞ ആയത്തുകളുടെയും ആസാറുകളുടെയും പരിധിയിൽ വരിക? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറ്റെടുക്കും. അവർക്കറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകുന്നു പറഞ്ഞില്ലേ? പണ്ഡിതന്മാർ അതിന് വിശദീകരണമായി പറയുന്നു, ചിലപ്പോൾ സ്വന്തം ആവശ്യങ്ങൾക്ക് അധ്വാനിക്കാൻ ആരോഗ്യമില്ലാത്ത ആളുകളുണ്ടാവും, സാമ്പത്തികമായി തകർച്ചയുള്ള ആളുകളുണ്ടാവും, അതല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയും അതുപോലെ തന്നെ കച്ചവടം ചെയ്യാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവരും കച്ചവടം ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ ബിസിനസ് സക്സസ് ആവും. ചിലർക്ക് അതിൻ്റെ സ്കില്ല് കുറവുണ്ടാവും, അല്ലേ? അത് അവരുദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള സാമർഥ്യക്കുറവുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ബുദ്ധിശേഷി കുറവുള്ളവരുണ്ടാവും, സാമർഥ്യക്കുറവുള്ളവരുണ്ടാവും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ മെനക്കെട്ടിട്ടും സാധിക്കാത്ത ആളുകൾ, തങ്ങളുടെ കഴിവുകേട് കൊണ്ടോ ശക്തിക്കുറവ് കൊണ്ടോ ആരോഗ്യക്കുറവ് കൊണ്ടോ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അശക്തരായ ആളുകൾ, സഹായിക്കപ്പെടേണ്ട ആളുകൾ, അവർക്ക് വേണ്ടിയാണ് ഇസ്ലാമിൽ ജക്കാത്തും സ്വതക്കയും ആളുകൾ തമ്മിലുള്ള പരസ്പര സഹകരണമൊക്കെ നിശ്ചയിച്ചിട്ടു. അള്ളാഹു ആ മാർഗത്തിലൂടെ അവരെ സഹായിക്കും. അവരത് തേടിച്ചെല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അത് എത്തിക്കുന്നതാണ്. ഇത് മോഹിച്ചിട്ട് അധ്വാനിക്കാൻ പോവാതെ ഇറക്കാൻ നടക്കുന്നവരെ കുറിച്ചല്ല ഈ പറഞ്ഞത്. ഇതാഗ്രഹിക്കാതെ ആരെയും ആശ്രയിക്കാതെ ഇജ്ജത്തോടുകൂടി, എന്നാൽ തങ്ങളിലുള്ള കഴിവുകേട് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരെങ്ങനെ അള്ളാഹു സംരക്ഷിക്കുക? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ് വയജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അവരെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കുന്നവൻ. അങ്ങനെയുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ സകാത്ത് സംവിധാനങ്ങളിലൂടെയും മുസ്ലിമീങ്ങളെ സഹോദരങ്ങൾ സഹായിക്കുന്ന പരസ്പരം നന്മയിലുള്ള സഹകരണത്തിന്റെ മേഖലയിലും അവരറിയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. പക്ഷേ അവരല്ലാഹുവിനനുസരിച്ച് ഹറാമ് പ്രവർത്തിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരായി മാറണം. അതാണ് കണ്ടീഷൻ. അപ്പൊ നേരത്തെ പറഞ്ഞ
ആയത്തുകളുടെയും ഹദീസിന്റെയും പരിധിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടുത്തും എന്നതിൽ സംശയമില്ല. മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അലാ ഖദ്രി ഇഅ്സാസിൽ മർഇ ലിഅംരില്ലാഹ് യുൽബിസുഹു അല്ലാഹു മിൻ ഇസ്സിഹി വയുഖീമു ലഹുൽ ഇസ്സ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. ഒരാൾ അല്ലാഹുവിന്റെ കൽപ്പനകൾ അതിനെത്രത്തോളം വില കൽപ്പിക്കുന്നുവോ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതാപം ധരിപ്പിക്കും. പ്രതാപത്തിന്റെ വസ്ത്രം അല്ലാഹു അവനെ ധരിപ്പിക്കും. ഒരാളുടെ മനസ്സിൽ, ഒരാളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് എത്രത്തോളം അവൻ ഗൗരവം കൽപ്പിക്കുന്നുവോ, അല്ലാഹു പറഞ്ഞു, അവന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ ദീൻ ഇതാണ്, അതിനെത്രത്തോളം അവൻ അന്തസ്സും പ്രതാപവും വലുപ്പവും ഗൗരവവും കൽപ്പിക്കുന്നുവോ അത്രത്തോളം അവന്റെ പ്രതാപത്തിന്റെ വസ്ത്രം അല്ലാഹു അവന് മേൽ വർദ്ധിപ്പിക്കും. അവന്റെ പ്രതാപം ഇസ്സത്ത് അല്ലാഹു വർദ്ധിപ്പിക്കും. വയുഖീമു ലഹുൽ ഇസ്സ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവന്റെ പ്രതാപത്തെ അല്ലാഹു നിലനിർത്തും. നോക്കൂ നിങ്ങൾ, നമുക്ക് ഇസ്സത്തും അന്തസ്സും അഭിമാനവും നിലനിൽക്കണമെങ്കിൽ, നമുക്ക് ഇസ്സത്ത് ജീവിതത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ കൽപ്പനകൾക്ക് ഇസ്സത്ത് കൽപ്പിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ ഗൗരവമുള്ളതായി മറ്റെന്തിനേക്കാൾ നമ്മൾ സ്ഥാപിക്കണം. എങ്കിൽ അള്ളാഹു നമുക്ക് ഇസ്സത്ത് ധരിപ്പിക്കും. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ, മനുഷ്യരുടെ ഹൃദയത്തിൽ അള്ളാഹു നമുക്കുള്ള പ്രതാപം നിലനിർത്തും ഖിയാമത്ത് നാൾ വരെ. അൻതുമുൽ അഅ്ലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് പരമോന്നതർ. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് അവനെ സഹായിച്ചാൽ നിങ്ങളെ അല്ലാഹു സഹായിക്കും. നിങ്ങളുടെ കാൽപാദങ്ങളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. അല്ലാഹു പറയുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ കൽപ്പനകൾ, അതിന് നമ്മൾ ഇസ്സത്ത് കൽപ്പിച്ചാൽ അല്ലാഹു നമുക്ക് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു നൽകും. മുസ്ലിമീങ്ങൾ ഇസ്സത്ത് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, നഷ്ടപ്രതാപത്തിന്റെ കഥകൾ പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിന്റെ ചോരത്തിളപ്പ് ആളിക്കത്തിക്കുന്നവർ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ഇസ്സത്ത് കൽപ്പിക്കാൻ മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരെയും സാധാരണക്കാരെയും ആദ്യം പ്രേരിപ്പിക്കട്ടെ. അതാണ് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള പോംവഴി, സൂത്രവാക്യം. മഹാനായ അബൂബക്കർ ഇബ്നു അയ്യാശ് റഹിമഹുല്ലാഹ്, വഅലൈക്കും അസ്സലാം, മൻ ഖാമ മിനൽ ലൈലി ലം യഅതി ഫാഹിഷ അലാ തസ്മഅ ഇലാ ഖൗലില്ലാഹി തആല ഇന്നസ് സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ആരാണോ രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നത്, ആരും കാണാത്ത രാത്രിയുടെ അവസാന വേളയിൽ തന്റെ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. രാത്രിയുടെ അവസാന യാമങ്ങളിൽ പാർശ്വങ്ങൾ കിടപ്പറ വിട്ടകന്ന് അള്ളാഹുവിനോട് ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടും വിളിച്ചു തേടുന്നവർ, ദുആ ചെയ്യുന്നവർ, അവന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നവർ. ലം യഅതി ഫാഹിഷ, ആരും വിളിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആരും കാണാത്ത രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരാൾ തഹജ്ജുദ് എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചാൽ, അബൂബക്കർ ഇബ്നു അയ്യാശ് റഹിമഹുല്ലാഹ്, അയാൾ പിന്നെ ജീവിതത്തിൽ രഹസ്യമായ പരസ്യമായി തെറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ല. കാരണം എന്താ? നമ്മൾ 5 നേരത്തെ നിസ്കാരം അത് മസ്ജിദിൽ വന്ന് നിസ്കരിക്കുമ്പോൾ ആളുകളൊപ്പം നിസ്കരിക്കുന്നത്, ആളുകൾ കാണുന്നുണ്ട്, ആളുകളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വശം അതിൽ വരുന്നുണ്ട്. നമ്മളെ കണ്ടില്ലെങ്കിൽ ആളുകൾ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. പക്ഷേ ആരും കാണാനില്ലാത്ത രാത്രിയുടെ അവസാന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിയാളമുണ്ട്, മൻ യസ്അലുനി, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഫഅതിയല, ഞാൻ അവന് നൽകും, വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിർ ലഹു, ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഞാൻ അവന് പുറത്തു കൊടുക്കും, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ ഞാൻ അവന് ഉത്തരം നൽകും. ഇത് മനസ്സിൽ കൊണ്ടുവന്ന് കിടപ്പറ വിട്ടകന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ സാധിച്ചാൽ അള്ളാഹു വിലക്കിയ ഹറാമുകൾ അവൻ ജീവിതത്തിൽ അകറ്റി നിർത്തും. എന്നിട്ട് അദ്ദേഹം ഓതുകയാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹുവിന്റെ ആയത്ത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം സകല തിന്മകളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും അവനെ വിലക്കുന്നതാണ്, തടയുന്നതാണ്. ഏത് നിസ്കാരമാണത്? ആളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന നിസ്കാരത്തിനപ്പുറത്ത്
ആരും കാണാത്തപ്പോൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ 5 വഖത്ത് ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും നമ്മളെ ജീവിതത്തിൽ തിന്മയിൽ നിന്ന് നമ്മൾ നിസ്കാരം നമ്മൾ തടയുന്നില്ലല്ലോ. ഇതുകൊണ്ടാണത്. ആരും കാണാനില്ലെങ്കിലും അള്ളാഹുവിന് മുമ്പിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ നമുക്ക് നമ്മുടെ നഫ്സ് പ്രേരിപ്പിക്കാറുണ്ടോ? എങ്കിൽ തീർച്ചയാണ് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചാലും നമ്മളൊരു തെറ്റും അള്ളാഹുവിനെ ധിക്കരിച്ച് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ല. തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അത് നമ്മെ തിന്മയിൽ നിന്നും ഹറാമുകളിൽ നിന്നും തടയും. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ സ്മരണയാണ് ഏറ്റവും വലിയ സ്മരണ. വല്ലാഹു യഅലമു മാ തസ്നഊൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു. മഹാനായ സലഫുകളിൽപ്പെട്ട ഹരിം ഇബ്നു ഹയ്യാൻ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മാ അഖ്ബല അബ്ദുൻ ബിഖൽബിഹി ഇലല്ലാഹ് ഇല്ല അഖ്ബല അല്ലാഹു ബിഖുലൂബിൽ മുഅ്മിനീന ഇലൈഹി ഹത്താ യർസുഖഹു വുദ്ദഹും. ആരാണോ തന്റെ കൽബ് കൊണ്ട് അള്ളാഹുലേക്ക് മുന്നിട്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ കൽബ് അവനിലേക്ക് മുന്നിടിക്കും. അള്ളാഹുലേക്ക് തന്റെ കൽബുമായി മുന്നിട്ടിറങ്ങിയവനിലേക്ക് മുഅ്മിനീങ്ങൾ അവരെ കൽബുമായി മുന്നിട്ടിറങ്ങും. അള്ളാഹു അവരെ അവനിലേക്ക് അടുപ്പിക്കും. ഹത്താ യർസുഖഹു വുദ്ദഹും, അവരുടെ സ്നേഹം ഇവൻ സമ്പാദിക്കുവോളം, അള്ളാഹു അവരുടെ സ്നേഹം ഇവന് റിസ്ഖായി നൽകുവോളം മുഅ്മിനീങ്ങൾ അവനിലേക്ക് ഇങ്ങോട്ട് വരും. അള്ളാഹുലേക്ക് സഞ്ചരിക്കുന്ന കൽബുമായി അങ്ങോട്ട് ചെന്നാൽ നോക്കൂ നിങ്ങൾ, അള്ളാഹുലേക്ക് നമ്മൾ എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം മനുഷ്യന്മാർ നമ്മളോട് അടുക്കുന്നതാണ്. മുഅ്മിനീങ്ങൾ നമ്മോട് അടുക്കുമെന്നാണ്, അവരുടെ സ്നേഹം നമുക്ക് അനുകൂലമാകുമെന്നാണ്. നമ്മുടെ വീട്ടിലുള്ള മുഅ്മിനീങ്ങൾ നമ്മളായിട്ട് അടുക്കണില്ല, നമ്മൾ നിസ്കരിക്കുന്ന മസ്ജിദിലെ മുഅ്മിനീങ്ങൾ നമ്മളായിട്ട് അടുക്കുന്നില്ല, നമ്മുടെ നാട്ടിൽ നമ്മുടെ ആദർശ സുഹൃത്തുക്കൾ നമ്മളോട് കണ്ടാൽ മിണ്ടൂല, നമ്മൾ അങ്ങോട്ട് ചിരിക്കൂല. പിന്നല്ലേ ബാക്കിയുള്ള പൊതുജനങ്ങളുടെ അവസ്ഥ? എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കൂ. നമ്മളും അല്ലാഹുമായിട്ടുള്ള ബന്ധം, അവിടെയാണ് അതിന്റെ ഉത്തരം. ഞാനും എന്റെ റബ്ബുമായുള്ള ബന്ധത്തിൽ എന്റെ അവസ്ഥ എന്താണ്? ഞാൻ അല്ലാഹുലേക്ക് മുന്നിട്ടിറങ്ങുന്നുണ്ടോ? എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളെ നമുക്ക് അനുകൂലമാക്കും. മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ നമുക്ക് അനുകൂലമായാൽ പിന്നെ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഒരു കാഫിറിനും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സലഫുകളിൽപ്പെട്ട ചിലർ പറഞ്ഞു, ഇത് മറ്റൊരു പ്രിൻസിപ്പിളായിട്ട് നമ്മൾ കുറിച്ചു വെക്കേണ്ട സംഗതിയാണ്. മൻ അതാഅ മൻ ഫൗഖഹു അതാഅഹു മൻ ദൂനഹു, തനിക്ക് മുകളിലുള്ളവരെ ആരാണ് അനുസരിച്ചത് അവനെ തനിക്ക് താഴെയുള്ളവർ അനുസരിക്കും. അപ്പൊ നമുക്ക് മേലെയുള്ള ആളുകൾ, നമ്മുടെ വാപ്പ ഉമ്മ, നമുക്ക് മേലെ നമ്മൾ അനുസരിക്കേണ്ട ആരെ കൊണ്ടപ്പോ തൊഴിലാളിയാണെങ്കിൽ മുതലാളി, അവർ തമ്മിലുള്ള കരാർ പാലിക്കണം. അതുപോലെ തന്നെ വീട്ടിലെ ഗൃഹനാഥൻ, അദ്ദേഹത്തിന് താഴെ അദ്ദേഹം ചെലവ് കൊടുക്കുന്ന വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരൊക്കെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്ഥാപനം, അതിൻ്റെ ഇമാറത്ത് ഏൽപ്പിച്ച, ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട അമീറോ മറ്റോ തൻ്റെ താഴെയുള്ള ആളുകളുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ അവർ അദ്ദേഹത്തെ അനുസരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ തനിക്ക് മുകളിൽ അനുസരിക്കപ്പെടാൻ അർഹതയുള്ളവരെ ആരാണ് അനുസരിക്കുന്നത് അവന് കീഴെയുള്ള ആളുകൾ അവൻ അനുസരിക്കും. അപ്പൊ നമ്മളെ ഉമ്മാനെയും വാപ്പാനെ അനുസരിക്കുന്നില്ല, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ അനുസരിക്കുന്നില്ല, എന്നിട്ട് നമ്മളെ കുട്ടികളും നമ്മളെ പെണ്ണുങ്ങളും നമ്മൾ അനുസരിക്കുന്നില്ല എന്ന് പരാതി പറയുന്നതിൽ ഒരർത്ഥമില്ല. നമ്മൾ അനുസരിക്കാൻ കടക്കപ്പെട്ടവരെ നമ്മൾ അനുസരിക്കുന്നില്ല, പിന്നെ നമ്മൾ അനുസരിക്കാൻ കടപ്പെട്ടവർ നമ്മൾ അനുസരിക്കുമോ? അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ ഇസ്ലാമിലെ പൊതുവായ തത്വമാണ്. നമ്മുടെ പണി എന്താണോ അതിന് തക്കതായ കൂലിയാണ് അള്ളാഹു നൽകുക, ദുനിയാവിലും ആഖിറത്തിലും. നമ്മൾ ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ നമ്മൾ അത് ആഗ്രഹിക്കുക? എന്താ സൗണ്ട് കേൾക്കുന്ന പോലെ? വമൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ഷൈഇൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആരാണോ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നത് അവനെ എല്ലാ പടപ്പുകളും പേടിക്കും. അള്ളാഹുവിനെ ആരാണോ പേടിക്കുന്നത് അവനെ എല്ലാ പടപ്പുകളും പേടിക്കും. ഖാഫഹു കുല്ലു ഷൈഇൻ. നമ്മൾ എന്തിനാണ് ഇവിടുത്തെ ഭരണകൂടം മാറി മറിയുമ്പോഴത്തേക്ക്, ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ പിന്നെ ഫലങ്ങൾ അത് കീഴ്മേൽ മറിയുമോ എന്ന ആശങ്കയുള്ളിടത്തേക്ക് ഭീതി വിതക്കുന്നത് എന്തിനാണ്?
എന്തിനാണ് ഈ നശിച്ചൊടുങ്ങുന്ന ദുനിയാവിന്റെ അരക്ഷിതാവസ്ഥകളെക്കുറിച്ചും അവസ്ഥാന്തരങ്ങളെക്കുറിച്ചും കൂലങ്കുശമായി ചിന്തിച്ച് ഭീതിയിലാഴ്ത്തി ആശങ്കയിലാഴ്ത്തി നമ്മൾ ഉത്കണ്ഠാകുലരാകേണ്ടത് എന്തിനാണ്? വമൻ ഖാഫല്ലാഹ് ഖാഫഹു കുല്ലു ഷൈഇൻ. അല്ലാഹുവിനെ പേടിച്ചാൽ ആകാശത്തിനു മുകളിൽ ഈ ഭൂമിക്ക് താഴെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം നമ്മൾ പേടിച്ചാൽ ഖാഫഹു കുല്ലു ഷൈഇൻ, എല്ലാ പടപ്പുകളും നമ്മെ പേടിക്കുന്നതാണ്. ഇതൊരു തത്വമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കാനും അനുസരിക്കാനും കടപ്പെട്ടവൻ നമ്മുടെ റബ്ബാണ്. നമ്മുടെ റബ്ബ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനെ നമ്മൾ അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചാൽ, പേടിക്കേണ്ടതുപോലെ പേടിച്ചാൽ, നമ്മളെ അനുസരിക്കേണ്ടവരെല്ലാം നമ്മെ അനുസരിക്കും. ഒരു പടപ്പിനെയും പേടിക്കാതെ നിർഭയത്വത്തിൽ സമാധാനത്തിൽ സ്വസ്ഥതയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും. മുസ്ലിമീങ്ങൾ ഈ തത്വം നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഒരു ഫാസിസ്റ്റിനെയും പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, താബിഈയായ അദ്ദേഹം പറയാണ്, ഇന്നമാ യഹാബുകൽ ഖൽഖ് അലാ ഖദ്രി ഹൈബതികില്ലാഹ് ഹൈബത് അലാ ഖദ്രി ഹൈബതികല്ലാഹ്. ഇന്നമാ യഹാബുകൽ ഖൽഖ് അലാ ഖദ്രി ഹൈബതികല്ലാഹ്. നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നതിന്റെ തോതനുസരിച്ച് പടപ്പുകൾ നിന്നെ ഭയപ്പെടും. നീ എത്രത്തോളം അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ അതിന് കണക്കായി പടപ്പുകൾ നിന്നെ ഭയപ്പെടും. ഈ പറഞ്ഞതിനർത്ഥം എല്ലാവരും നമ്മളെ പേടിച്ച് ബഹുമാനിച്ച് എന്താ പറയുക, നമുക്ക് കീഴൊതുങ്ങി, അതല്ലല്ലോ അവസ്ഥ. നമ്മുടെ ശത്രുക്കൾ, നമുക്കെതിരെ തിരിയുന്നവർ, നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ ശത്രുതയോ അവരുടെ കുതന്ത്രങ്ങളോ അവരുടെ ഈ പറഞ്ഞ ഉപജാപക പ്രവർത്തനങ്ങളോ ഒന്നും നമ്മെ ബാധിക്കൂല. അവരുടെ ഖൽബിനകത്ത് നമ്മോടുള്ള പേടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് നടപ്പിലാകുക എങ്ങനെയാണ്? അള്ളാഹുവിനോടുള്ള പേടി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുമ്പോൾ അതനുസരിച്ച് അള്ളാഹുവിന്റെ പടപ്പുകൾ നമ്മോട് പേടിക്കുകയും നമ്മുടെ വിഷയത്തിൽ ഗൗരവം കൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ, ഇസ്സത്ത് ലഭിക്കാൻ, ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടാൻ, ജനങ്ങളുടെ ഇഷ്ടവും അവർക്കിടയിലുള്ള സ്വീകാര്യതയും ലഭിക്കാൻ സലഫുകൾ പറഞ്ഞെന്ന പാഠങ്ങളാണ് ഇത്രയും നമ്മൾ കേട്ടത്. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക, അവൻ ഹറാമാക്കിയത് പ്രവർത്തിക്കാതിരിക്കുക, അവനെ മാത്രം ഭയപ്പെടുക, അവനിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുക, ദുനിയാവിൽ എന്തേർപ്പാടും ആഖിറത്തിന് വേണ്ടി ലക്ഷ്യമാക്കി അള്ളാഹുവിന് വഴിപ്പെടുന്ന പ്രവർത്തനമാക്കി പരിവർത്തിപ്പിക്കുക. എങ്കിലെല്ലാം നമുക്ക് അനുകൂലമാകുന്ന അത്ഭുതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലൂടെ തെളിയിച്ചു തരും. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഖറജ അഹ്ലു ദുനിയ മിന ദുനിയ വലം യദൂഖു അത്യബ ഷൈഇൻ ഫീഹാ. ദുനിയാവിന്റെ ആളുകൾ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ ദുനിയാവിലെ ഏറ്റവും രുചികരമായ ആസ്വാദികരമായ ഒന്ന് അനുഭവിക്കാതെയാണ് അവർ പിരിഞ്ഞു പോകുന്നത്. ദുനിയാവിന്റെ ആളുകൾ ദുനിയാവിനോട് വിട പറയുമ്പോൾ ദുനിയാവിലെ പലതും അവർ നേടിയിട്ടുണ്ടാകും, ദുനിയാവിന്റെ ആസ്വാദനങ്ങളെല്ലാം അവർ ആസ്വദിച്ചിട്ട് ഒടുക്കിയിട്ടുണ്ടാകും. പക്ഷെ ദുനിയാവിലെ ഏറ്റവും മികച്ച ആസ്വാദനം, ദുനിയാവിലെ ഏറ്റവും രുചികരമായ അനുഭൂതി അവർക്ക് നേടാൻ സാധിക്കാതെയാണ് ദുനിയാവിലെ എത്ര വലിയ ആസ്വാദകനാണെങ്കിലും ഇവിടെ നിന്ന് മരിച്ചു പോവുക. ദുനിയാവിന്റെ ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഹുവ, അതെന്താണ്? അദ്ദേഹം പറഞ്ഞു, മഅരിഫത്തുല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, തന്റെ റബ്ബിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. ഇതനുഭവിച്ച് അതിന്റെ മധുരം നുണഞ്ഞ് അത് കൽബിൽ നിറഞ്ഞു തുളുമ്പി ദുനിയാവിന്റെ ആളുകൾ ഇവിടെ നിന്ന് വിട പറയുന്നില്ല. അതുകൊണ്ട് ദുനിയാവിൽ അവർക്ക് ഏറ്റവും നഷ്ടപ്പെട്ട ആസ്വാദനം ഇതാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. സഹോദരങ്ങളെ, ഇത് മുവഹിദുകളുടെ പ്രത്യേകതയാണ്. മുഅ്മിനീങ്ങളുടെ മാത്രം ആസ്വാദനമാണിത്. ബാക്കിയുള്ളവർക്ക് ഇത് പറഞ്ഞാൽ തിരിയൂല. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയണം, അഹ്ലു ദുനിയ, ഇതേ അർത്ഥത്തിൽ അഹ്ലു ദുനിയ ഖറജു മിന ദുനിയ ഖബ്ല അൻ യതതഅമു അത്യമാ ഫീഹാ. ദുനിയാവിന്റെ ആളുകൾ ദുനിയാവിലെ ഏറ്റവും രുചിയുള്ള ഭക്ഷണം ആസ്വദിക്കാതെയാണ് പിരിഞ്ഞുപോയത്. അദ്ദേഹത്തോട് ചോദിച്ചു, അതേതാണ് ദുനിയാവിലെ ഏറ്റവും രുചിയുള്ള ആസ്വാദനം, ഭക്ഷണം? അൽ മഅരിഫത്തു ബില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, തഫഖദുൽ ഹലാവത ഫി സ്വലാത്തി വഫിൽ ഖുർആനി വഫി ദിക്ർ
നിങ്ങൾ നിസ്കാരത്തിലും ഖുർആനിലും ദിക്റിലും മധുരവും ആസ്വാദനവും വീണ്ടെടുക്കുവിൻ. ഇപ്പൊ മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ ആസ്വാദനം, അവരുടെ ദുനിയാവിന്റെ അനുഭവം, അനുഭൂതി എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്, അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്, അവനോടുള്ള ദിക്റാണ്, നിസ്കാരമാണ്, ഖുർആൻ പാരായണമാണ്. ഫഇൻ വജദ്തുമൂഹാ ഫംലു വഅബ്ശിറു. അപ്പൊ നിങ്ങൾക്ക് നിസ്കാരത്തിൽ ആസ്വാദനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾക്കൊരു അനുഭൂതി ലഭിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ മനം നിറയുന്നുവെങ്കിൽ, ഫംലു അബ്ശിറു, നിങ്ങൾ അതിൽ തുടരുക, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. വഇല്ലം തജിദൂഹ, ഇനി നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും ഖുർആൻ പാരായണം ചെയ്താലും ദിക്ർ ചെയ്താലും നിങ്ങൾക്കതിലൊരു ആസ്വാദനം കണ്ടെത്താൻ സാധിക്കുന്നില്ല, അതൊരു യാന്ത്രികമായ കേവലം കാട്ടിക്കൂട്ടൽ മാത്രമാണ് എന്നതാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ, ഫഅലമൂ അന്നൽ ബാബ മുഗ്ലഖുൻ, നിങ്ങൾ അറിയണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിന്റെ വാതിൽ നിങ്ങൾക്കുമേൽ കൊട്ടിയടക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ദുനിയാവിലൊരു മുഅ്മിനായിട്ട്, ഒരു മുസ്ലിമായിട്ട്, ഒരു മുവഹിദായിട്ട്, ഒരു സലഫിയായിട്ട് നിസ്കാരത്തിലും ഖുർആനോത്തിലും ദിക്റിലൊന്നും ആസ്വാദനം ലഭിക്കുന്നില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ നഷ്ടക്കാരില്ലാന്നാണ്. ഈ അനുഭൂതി നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനം നമുക്കതിന് അവസരം വന്നിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ആസ്വാദനം, ഏറ്റവും വലിയ അനുഭൂതി, നമ്മുടെ മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം ഇബാദത്താകണം, ദിക്റാകണം, ഖുർആൻ പാരായണമാകണം, അള്ളാഹുവിന്റെ ദീനാകണം, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാകണം. സലഫുകളിൽപ്പെട്ട താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ഇബ്നു ബശാർ, ഇബ്രാഹിം ഇബ്നു അദ്ഹം, അബൂ യൂസുഫ് റസൂലി, അബൂ അബ്ദില്ല അസ്സഞ്ചാരി, എത്ര പേരായി? 4 പേർ. ഇബ്നു ബശാർ, ഇബ്രാഹിം ഇബ്നു അദ്ഹം, അബൂ യൂസുഫ് അൽ റസൂലി, അബൂ അബ്ദില്ല അസ്സഞ്ചാരി. ഈ 4 പേരൊരിക്കൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയ ലക്ഷ്യമാക്കിയ യാത്ര ചെയ്യാണ്. അങ്ങനെ അവര് ഇന്നത്തെ സിറിയയുടെ പ്രാന്തപ്രദേശമായ ഷാമിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. അവിടെ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക് പോകണമെങ്കിൽ ജോർദാൻ റിവർ മുറിച്ചു കടക്കണം, നഹറുൽ അർദുൻ, ജോർദാൻ നദി മുറിച്ചു കടക്കണം. അങ്ങനെ അവർ ജോർദാൻ നദിയുടെ തീരത്തെത്തി. ഫഖഅദ്നാ നസ്തരീഹ്, അങ്ങനെ അവർ 4 പേരും അവിടെ വിശ്രമിക്കാനിരുന്നു കുറച്ചു നേരം. അങ്ങനെ മഹാനായ അബൂ യൂസുഫ് അൽ റസൂലി അദ്ദേഹത്തിന്റെ അടുക്കൽ കുസൈറാത്ത് എന്ന് പറയും. കുസൈറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചിറകുള്ള പിന്നെ ഒരു തരം ഭക്ഷ്യയോഗ്യമായ പക്ഷി. ആ പക്ഷിയുടെ ഉണക്കിറച്ചിയുണ്ട്. അതിന്റെ ഇറച്ചി ഉണക്കിയിട്ട് അദ്ദേഹം യാത്രയിൽ ഭക്ഷണത്തിന് വേണ്ടി സൂക്ഷിച്ച ആ ഭക്ഷണം അവർ കൂടിയിരുന്ന് കഴിച്ചു. ആ പക്ഷിയുടെ ഉണക്കിറച്ചി അവർ കഴിച്ചു. ഉണക്കിറച്ചിയാണ്, ഫ്രഷ് ഇറച്ചി എന്നല്ല. അപ്പൊ അർത്ഥ ഫ്രഷ് ഇറച്ചിയല്ല. ഫഅൽഖാഹ ബൈന ഐദീന, അത് ചെറിയ പക്ഷി, അതിന്റെ ഇറച്ചി അവർ 4 പേര് കൂടി ആ ഉണക്ക മാംസം നുള്ളി പങ്കിട്ട് തിന്നു. ഫഅകൽനാഹ വഹമിദ്നല്ലാഹ അസ്സ വജല്ല, അങ്ങനെ ഞങ്ങൾ 4 പേര് അത് കഴിച്ചു. ഞങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ്. ഫഖുംതു അസ്ആ അതനാവൽ മാഅൻ ലിഇബ്രാഹിം. അങ്ങനെ ഇബ്നു ബശാർ പറയാണ്, ഞാൻ കൂട്ടത്തിൽ ഇബ്രാഹിമിന് അദ്ഹമാണ്, കൂട്ടത്തിൽ പാണ്ഡിത്യം അധികമുള്ള ആൾ, അദ്ദേഹത്തിന് വേണ്ടി വെള്ളമെടുക്കാൻ ഞാൻ വേഗം ആ നദിയുടെ തീരത്തേക്ക് ഓടി. ഫബാദറ ഇബ്രാഹിം, പക്ഷെ ഇബ്രാഹിമിന് അദ്ഹം എന്നെ സമ്മതിച്ചില്ല, അദ്ദേഹം അതിനേക്കാൾ മുമ്പ് ഓടി. ഫദഖല നഹർ, അദ്ദേഹം പുഴയിലിറങ്ങി. ഹത്ത ബലഗൽ മാഉ ഇലാ റുക്ബതൈ, അങ്ങനെ അദ്ദേഹം ഇറങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ കാൽമുട്ടോളം ആഴത്തിൽ നദിയിലേക്ക് ഇറങ്ങി. فقال بكفيه في الماء فملأهما ثم قال بسم الله وشرب الماء ثم قال الحمد لله. അങ്ങനെ അദ്ദേഹം തന്റെ 2 കൈക്കുമ്പിളും ആ നദിയിൽ മുക്കി വെള്ളം നിറച്ചെടുത്തു. അദ്ദേഹം അത് കുടിച്ചു, ബിസ്മില്ലാ എന്ന് പറഞ്ഞു കുടിച്ചു. കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് അല്ലാഹുവിനെ സ്തുതിച്ചു. എന്നിട്ട് അദ്ദേഹം നദിയിൽ നിന്ന് കയറി വന്നു. ഞങ്ങൾ വീണ്ടും ആ നദീതീരത്ത് അദ്ദേഹം തന്റെ നനഞ്ഞ കാല് നീട്ടിവെച്ച് വിശ്രമിച്ചിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സുമ്മ ഖാല യ അബാ യൂസുഫ്, അതായത് ഇബ്രാഹിം ഇബ്നു അദ്ഹം അബൂ യൂസുഫിനോട് പറഞ്ഞു. ഈ വാചകമാണ് പ്രസക്തം. ഇതിന്റെ പശ്ചാത്തലമാണ് നോക്കൂ നിങ്ങൾ. യാത്രയിൽ ഒന്നുമില്ല തിന്നാൻ, ഉണക്കിറച്ചി, ഒരു ചെറിയ പക്ഷിയുടെ.
നദിയിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അവിടെ ആ വിദൂരമായ യാത്രയിൽ വിശ്രമിക്കാനിരിക്കുകയാണ്. എന്നിട്ട് അവർ പരസ്പരം ഓർമ്മപ്പെടുത്തിയ വാചകങ്ങളാണിത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം അദ്ദേഹം അബൂ യൂസുഫിനോട് പറയാണ്, ലൗ അലിമൽ മുലൂക് വ അബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി മിനൻ നഈമി വസ്സുറൂർ ലജാലദൂന അലൈഹി ബിസ്സുയൂഫി അയ്യാമൽ ഹയാത്ത്. രാജാക്കന്മാരും രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ വിഹരിക്കുന്ന അവരുടെ രാജകുമാരന്മാരും നമ്മൾ ഈ അനുഭവിച്ച ആഹ്ലാദവും ആസ്വാദനവും അനുഗ്രഹങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ഖഡ്ഗങ്ങൾ, വാളുകൾ അവരുടെ വാളുറയിൽ നിന്ന് ഊരി നമ്മോട് യുദ്ധം ചെയ്ത് നമ്മൾ അനുഭവിക്കുന്ന ഈ ആഹ്ലാദവും അനുഭൂതിയും അത് വെട്ടിപ്പിടിക്കാൻ നാമുമായി സായുധ പോരാട്ടം നടത്തുമായിരുന്നു. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ അവൻ അനുഭവിച്ച സുഖത്രേ ഉള്ളൂ. ഒരണക്ക ഇറച്ചി പക്ഷിയുടെ നദിയിൽ നിന്ന് കൈക്കുമ്പിളിൽ കോരിയെടുത്ത 1-2 കുമ്പിൾ വെള്ളം, ഇതാണ് ദുനിയാവിൽ അവർക്ക് ലഭിച്ചത്. പക്ഷെ അവർ ദുനിയാവിൽ ആസ്വദിച്ച അവർ ഏറ്റവും വലിയ ആസ്വാദനം, അനുഭൂതി ദീനായിരുന്നു. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവായിരുന്നു, അതനുസരിച്ചുള്ള പ്രവർത്തനമായിരുന്നു. ആ സുഖം ദുനിയാവിൽ ജീവിക്കുമ്പോൾ രാജാക്കന്മാരുടെ മക്കളും തിരിച്ചറിയില്ല. അവർക്ക് എപ്പോഴും മനസ്സിലാവുള്ളൂ, നാളെ ആഖിറത്തിൽ ചെന്നാൽ അവർക്ക് മനസ്സിലാവും. ദുനിയാവിലെങ്ങാനും അയ്യാമൽ ഹയാ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നമ്മൾ ഈ അനുഭവിക്കുന്ന സുഖം അവർക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ, വാളെടുത്ത് നമ്മോട് യുദ്ധം ചെയ്ത് അതും വെട്ടിപ്പിടിക്കുകയായിരുന്നു അവരുന്നു എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ അബൂ ഇസ്ഹാഖിനോട് ഇബ്നു ബശാർ പറയാണ്, തൊലബൽ ഖൗമുർ റാഹത വന്നഈം. ദുനിയാവിന്റെ ആളുകൾ ദുനിയാവിലെ വിശ്രമ ജീവിതവും സുഖസൗകര്യങ്ങളും തേടി അലഞ്ഞു. ഫഅഖ്തഉ അത്വരീഖൽ മുസ്തഖീം. ദുനിയാവിലെ സുഖവും ആസ്വാദനവും തേടി അലഞ്ഞ ദുനിയാവിന്റെ വക്താക്കൾ അവരതും തേടി സിറാത്തുൽ മുസ്തഖീമ നഷ്ടപ്പെടുത്തി ദുനിയാവിൽ തുലഞ്ഞു. ഫതബസ്സമ വഖാല, അദ്ദേഹം പുഞ്ചിരിച്ചു, മിൻ ഐന ലക ഹാദൽ കലാം, ഇത്രയും മനോഹരമായ ഈ സംസാരം താങ്കൾക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ നോക്കൂ നിങ്ങൾ, പങ്കുകൊടുക്കാനായോ? ദുനിയാവിലെ സുഖങ്ങളിൽ അവർ കണ്ടിരുന്ന അനുഭൂതി ഇത്രയുള്ളൂ. അവർക്ക് ദുനിയാവിൽ ജീവിക്കോളം അവർ ആസ്വാദനവും അനുഭൂതിയും അള്ളാഹുവിന്റെ ദീനും അതിനെക്കുറിച്ചുള്ള അറിവും ആ മാർഗത്തിലുള്ള എങ്ങനെയുള്ള കഷ്ടപ്പാടുകളായിരുന്നു എന്നാണ്. അള്ളാഹു അത്തരത്തിലുള്ള സലഫികളിൽ, ഈ സലഫുകളുടെ യഥാർത്ഥ മാർഗം തുടരുന്ന യഥാർത്ഥ സലഫികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ബഅദ്. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. സഹോദരങ്ങളെ, സലഫുകളിൽപ്പെട്ട മുസ്ലിം ഇബ്നു യസാർ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മാ തലദ്ദദൽ മുതലദ്ദിദൂന ബിമിസ്ലിൽ ഖുൽവതി ബിമുനാജാത്തില്ലാഹി അസ്സ വജൽ. അല്ലാഹുമായി തനിച്ചിരുന്ന് അവനുമായി അഭിമുഖ സംഭാഷണം നടത്തുന്നതിനേക്കാൾ ആസ്വാദ്യകരമായ മറ്റൊരു ആസ്വാദനവും ഒരാളും ആസ്വദിക്കുന്നില്ല. അള്ളാഹുമായി തനിച്ചിരുന്ന് അള്ളാഹുമായി അഭിമുഖ സംഭാഷണം നടത്തുക എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി നിസ്കരിക്കുക, നേരത്തെ പറഞ്ഞ പോലെ രാത്രി ആരും കാണാതെ അവസാന യാമങ്ങളിൽ തഹജ്ജുദിൽ ഏർപ്പെടുക. ഇതിനേക്കാൾ മനോഹരമായ ആസ്വാദനം ദുനിയാവിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സലഫുകളിൽപ്പെട്ട ചിലർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞുവല്ലോ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ആരാണോ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചത്, വഹുവ മുഅ്മിനുൻ, മുഅ്മിനായ നിലയിൽ ഈമാനുണ്ട്, അമൽ സ്വാലിഹുമുണ്ട്, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവൻ ഏറ്റവും മനോഹരമായ ജീവിതം നാം ജീവിപ്പിക്കും. അതായത് അവന്റെ ദുനിയാവ് നന്നാക്കും, നാളെ ആഖിറവും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പന്നമാക്കും. ദുനിയാവിൽ നല്ല റാഹത്തുള്ള ജീവിതം അവർക്ക് അല്ലാഹു സമ്മാനിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യക്ഷാർത്ഥം.
പക്ഷേ ഈ ഭാഗത്തെ ദുനിയാവിൽ നല്ല ജീവിതം അവർക്ക് അള്ളാഹു നൽകും, ദുനിയാവിൽ യാതൊരു പ്രയാസം ഉണ്ടാക്കില്ല എന്നതാണ് അതിന്റെ ബാഹ്യാർത്ഥം. ഈ ഭാഗത്തെ വിശദീകരിക്കവേ സലഫുകൾ ചില പറഞ്ഞു, ലനർസുഖന്നഹു ത്വാഅതൻ യജിദു ലദ്ദതഹാ ഫി ഖൽബിഹി, ദുനിയാവിൽ അവർക്ക് അള്ളാഹുവിനനുസരിക്കാനുള്ള നല്ല ജീവിതം അള്ളാഹു നൽകും. അവന്റെ കൽബിൽ ദുനിയാവിൽ ആസ്വാദനം മുഴുവൻ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിലായിരിക്കും. അല്ലാതെ ദുനിയാവ് നന്നായി ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അള്ളാഹുവിനനുസരിക്കാതെ ദുനിയാവ് മുഴുവൻ ലഭിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ദുനിയാവിലെ നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ പറയില്ലേ, ഓൻ മെച്ചപ്പെട്ടു, ഓന്റെ ദുനിയാവ് കഴിച്ചിലായി എന്ന് പറയില്ലേ. ഈ ദുനിയാവ് കഴിച്ചിലാവണത് എപ്പോഴാ? ഇസ്ലാമിന്റെ ഭാഷയിൽ ദുനിയാവ് മെച്ചപ്പെടുന്നത് എപ്പോഴാണ്? ലനർസുഖന്നഹു ത്വാഅതൻ യജിദു ലദ്ദതഹാ ഫി ഖൽബി, ദുനിയാവിൽ ജീവിക്കുന്നിടത്തോളം അള്ളാഹിനനുസരിച്ച് അവൻ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്, അത് ആസ്വദിക്കാൻ സാധിക്കുക എന്നുള്ളത്, ആ ആസ്വാദനം അള്ളാഹു അവന് നൽകുന്നതാണ്. വലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതിനെല്ലാം തടസ്സം നമ്മുടെ മാസിയത്തുകളാണ്, നമ്മിൽ സംഭവിക്കുന്ന തിന്മകളാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഹറാമുകളാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇന്നി ലഅഹ്സിബു റജുൽ യൻസൽ ഇൽം കാന തഅലമു ലിൽ ഖതീഅതി യഅമലുഹാ. ഒരു ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന തുല്ലാബുൽ ഇൽമിനെ വളരെ ഗൗരവത്തിൽ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വാചകമാണ്, അസറാണ്. അതോടൊപ്പം എല്ലാ സാധാരണക്കാരും ഇത് ഓർക്കുക. അദ്ദേഹം പറയാണ്, ഒരു മനുഷ്യൻ അവൻ അറിയുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു വിജ്ഞാനം, ഒരറിവ്, അവനത് അറിഞ്ഞിരുന്നതാണ്, അത് മറന്നുപോയി. തനിക്കറിയാമായിരുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ ഒരറിവ് ഒരാൾ മറക്കുന്നു. ഞാൻ കരുതുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ലിൽ ഖതീഅതി യഅമലുഹാ, അവൻ പ്രവർത്തിച്ചൊരു തിന്മ കാരണമായാണ് അവനത് നഷ്ടപ്പെട്ടത്, അവനത് മറപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തിന്മകൾ കാരണമായി അള്ളാന്റെ ദീനിൽ നിന്ന് നമ്മൾ അറിഞ്ഞ അറിവ് വരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു ബൈത്തുണ്ടല്ലോ, അദ്ദേഹത്തിന് ഇടക്കാലത്ത് ഹിഫ്ളിൽ ഒരൽപ്പം കുറവ് വന്നു. അദ്ദേഹം തന്റെ ഉസ്താദിനോട് പരാതി പറഞ്ഞു, ശകൗതു ഇലാ വകീഇൻ അൻസൂഇ ഹിഫ്ളി ഫഅർശദനി അൻ തർക്കിൽ മആസി ഫഅഖ്ബറനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യഹ്ദി ലിആസിൻ. ഞാൻ വകീഇനോട് എന്റെ മോശം ഹിഫ്ളിനെ കുറിച്ച് അവലാതി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിന്റെ തിന്മകൾ നീ ഒഴിവാക്കണം, കാരണം അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. ആ പ്രകാശം തിന്മകൾ സ്ഥാനം പിടിക്കുന്ന ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കുകയില്ല. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം എന്ത് തിന്മ ചെയ്തിട്ടാണ്? അദ്ദേഹത്തിന്റെ അസ്ഹാബുകൾ പറയാണ്, അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിച്ചു, എന്ത് തിന്മയാണ് എന്റെ ഹിഫ്ള് നഷ്ടപ്പെടാൻ ഇങ്ങനെ എന്നെ പിടിച്ചു കുലുക്കിയത്. അങ്ങനെ അദ്ദേഹത്തിന്റെ അസ്ഹാബുകൾ പറയാണ്, അദ്ദേഹം ഒരിക്കൽ ഇൽമിന്റെ മജ്ലിസിലേക്ക് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു സ്ത്രീ പോകുന്നുണ്ടായി. ആ സ്ത്രീ മുൻപിലാണ്. ആ സ്ത്രീയുടെ കാലിന്റെ മടമ്പിന്റെ ഒരു ഭാഗം, ആ സ്ത്രീയുടെ മുഖവുമല്ല, കാണാൻ പാടില്ലാത്ത ഭാഗമല്ല, ആ സ്ത്രീയുടെ കാലിന്റെ മടമ്പിന്റെ ഒരംശം അദ്ദേഹം കാണുകയുണ്ടായി. അതായിരിക്കാം എന്ന് അദ്ദേഹം അനുമാനത്തിലെത്തിയതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മളൊക്കെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? നമുക്കൊന്ന് ഇത് ചിന്തിക്കാൻ തന്നെ ചിലപ്പോൾ നമ്മുടെ ചിന്തയുടെ ഏഴയിലെ തന്നെ വരില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ചില ആളുകളും ചില മുൻഗാമികളും പാരമ്പര്യം തീർത്ത സലഫിയത്തിന്റെ പിന്മുറക്കാരാണ് നമ്മളെന്ന ഒരു തിരിച്ചറിവെങ്കിലും നമുക്കുണ്ടായാൽ ഒരു പക്ഷേ അതിലൂടെയെങ്കിലും നമുക്കൊരു മാറ്റം സാധ്യമായേക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹം പറയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇദാ ളഹറ സിന വറിബ, പലിശയും വ്യഭിചാരവും പ്രകടമായാൽ, ഫീ ഖർയത്തിൻ, ഒരു നാട്ടിൽ, അദ്ദന ബിഹലാക്കിഹ, ആ നാട് നശിക്കാനുള്ള പരസ്യമാണ് അവരതിലൂടെ ചെയ്യുന്നത്, വിളംബരമാണ് അതിലൂടെ ചെയ്യുന്നത്. നമ്മൾ ഈ മോഡേൺ ഏജിൽ പറയുകയാണെങ്കിൽ പലിശയും വ്യഭിചാരവും ഒരു നാട്ടിൽ പ്രകടമായാൽ അതിനുള്ള ഏടാണ് നമ്മളാ ചെയ്തത്, അതിനുള്ള അഡ്വർടൈസ്മെന്റ് ആണ് എന്ത്? ആ നാട് നശിക്കാനുള്ള അഡ്വർടൈസ്മെന്റ് ആണ് അതെന്ന്. പലിശയും
അങ്ങനെ വേണമെങ്കിൽ അതിനെ നമുക്ക് ഭാഷാന്തരം ചെയ്യാം. പലിശയും വ്യഭിചാരം ഒരു നാട്ടിൽ പ്രകടമായാൽ ആ നാട് നശിക്കുന്നു എന്നതിന്റെ അഡ്വർടൈസ്മെന്റായി അതിനെ നമുക്ക് മനസ്സിലാക്കാം, വിലയിരുത്താം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന ഒരു അസറുണ്ട്. ഇതിന്റെ സനദിന്റെ വിശദാംശങ്ങൾ അറിയില്ല എങ്കിലും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്ത് പറയുന്ന ഒരു അസറാണ്. അദ്ദേഹം പറയാണ്, ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മു. അക്കാലഘട്ടത്തിൽ ഇസ്ലാം അതിന്റെ പേരിൽ മാത്രം അവശേഷിക്കും. വലാ മിനൽ ഖുർആനി ഇല്ലാ റസ്മു. ഖുർആൻ അതിന്റെ ലിപിയിൽ മാത്രം ഒതുങ്ങും, അതിന്റെ ആശയങ്ങളിലേക്ക് ആളുകൾ സഞ്ചരിക്കുകയില്ല. മസാജിദുഹും യൗമഇദിൻ ആമിറ വഹിയ ഖറാബും മിനൽ ഹുദാ. പള്ളികളെമ്പാടും ഉണ്ടാകും, വലിയ വലിയ മസ്ജിദുകൾ ഉണ്ടാകും, പക്ഷേ സന്മാർഗത്തിന്റെ കുറവ് അവിടെ വമ്പിച്ച തോതിൽ ഉണ്ടാകും. സന്മാർഗ ദർശനം അവിടെ മസ്ജിദുകളിൽ ഉണ്ടാവുകയില്ല. ഉലമാഉഹും ശർറും മിൻ തഹ്തി അദീമിസ് സമാ. ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ശർറായ ആളുകൾ ഈ സമൂഹത്തെ നയിക്കുന്ന പണ്ഡിതരായി മാറും. മിൻഹും ഖറജത്തിൽ ഫിത്ന. അവരിൽ നിന്ന് ഫിത്നകൾ പുറപ്പെടും. വഫീഹിം തഊദ്. അവരിലേക്ക് തന്നെ ഫിത്നകൾ മടങ്ങുന്ന അവസ്ഥയുണ്ടാകും. കാരണം തിന്മകളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മൻ അസ്ഖത അന്നാസ ബിറിളല്ലാഹ് കഫാഹു അന്നാസ്. അള്ളാഹുവിന്റെ തൃപ്തി നേടി ജനങ്ങളുടെ തൃപ്തി ഒരാൾക്ക് കൈമോശം വരികയാണെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തി നേടി അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ഒരാൾ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുകയാണെങ്കിൽ കഫാഹു അന്നാസ്, അള്ളാഹു ജനങ്ങളുടെ കാര്യം അവൻ അനുകൂലമാക്കി കൊടുക്കും. ആ ജനങ്ങളുടെ കാര്യം അള്ളാഹു തീരുമാനാക്കും. വമൻ അർള അന്നാസ ബിസഖത്തില്ലാഹ് വക്കലല്ലാഹു വക്കലഹുല്ലാഹു ഇലന്നാസ്. അള്ളാഹുവിന്റെ കോപം നേടി ജനങ്ങൾ ഒരാൾ തൃപ്തിപ്പെടുത്താൻ നിന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യം ജനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവൻ നശിക്കുന്ന അവസ്ഥയുണ്ടാകും. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്കപ്പുറത്ത് ജനങ്ങളുടെ തൃപ്തി, അതിനാളുകൾ മുൻഗണന കൊടുത്തിട്ടാണ് ഇന്ന് സകല തിന്മകളും ഇവിടെ കുടുംബത്തിലും നാട്ടിലും വീട്ടിലും സമൂഹത്തിലും നടപ്പിലാവുന്നത്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് പകരം ജനങ്ങളുടെ തൃപ്തി. അള്ളാഹുവിന്റെ ദീനിനെതിരായാലും അള്ളാഹുവിന്റെ ശിക്ഷ നേർക്ക് നേരെ ഇറങ്ങാൻ കാരണമായാലും സമൂഹം, നാട്, ട്രെൻഡ്, കാലഘട്ടം, പുരോഗതി, സ്വാതന്ത്ര്യം, ഇങ്ങനെ ദുനിയാവിലെ ആളുകളെ പടപ്പുകളെ തൃപ്തിപ്പെടുത്താൻ അള്ളാഹുവിന്റെ കോപം സമ്പാദിക്കുന്ന ഏർപ്പാടിലാണ് തിന്മകൾ വ്യാപകമാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ നശിക്കാനുള്ള കാരണമായി വിലയിരുത്തിയ സംഭവമാണത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഇൻ കാന റജുലു യതകല്ലമു ബിൽ കലിമത്തി അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഒരു വാക്ക് സംസാരിച്ചു. ആ വാക്ക് ഞങ്ങൾ ഫയസീറു ബിഹി മുനാഫിഖൻ. ആ വാക്ക് സംസാരിച്ചാൽ നബിയുടെ കാലത്ത് ആ വാക്ക് സംസാരിച്ചാൽ മുനാഫിഖായി മാറും എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന കാര്യം. വ ഇന്നി ലഅസ്മഉഹു. അതെപ്പോഴാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത്? സ്വഹാബികൾ മരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി സ്വഹാബികൾ അധികവും മരണപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. സ്വഹാബികൾ കുറഞ്ഞ കാലഘട്ടത്തിൽ. ഇന്ന് വ ഇന്നി ലഅസ്മഉഹു അൽ-യൗമ ഫിൽ മഖ്അദിൽ വാഹിദ് 4 മററാത്ത്. ഞാൻ ഒരു സ്ഥലത്തിരുന്നാൽ അവിടെ 4 തവണ വാക്ക് കേൾക്കും. ആളുകൾക്ക് പറയാൻ 4 തവണ അത് ആവർത്തിക്കാൻ ഒരു മടിയില്ല. സ്വഹാബികളുടെ കാലം കഴിഞ്ഞപ്പോൾ, അവസാനിക്കാനായപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ ആ വാക്കിന്റെ ഗൗരവം കുറഞ്ഞു നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഒരു തവണ അതൊരാൾ പറഞ്ഞാൽ അവൻ അത് പറഞ്ഞതിനാൽ മുനാഫിഖായി തീരുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഗൗരവമുള്ള കാര്യം. ഇന്ന് ആളുകൾ ഒരു സദസ്സിൽ ഒരു ഇരിപ്പിൽ 4 തവണ പറയുന്നു. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന്ന അനിൽ മുൻകർ വലതഹാദ്ദുന്ന അലൽ ഖൈർ വലതഹാദ്ദുന്ന അലൽ ഖൈർ. അതുകൊണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പിൽക്കാലക്കാർക്ക് വേണ്ടി ഉപദേശിക്കുകയാണ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, നിങ്ങൾ തിന്മ വിലക്കുക തന്നെ വേണം. നിങ്ങൾ നന്നാകുന്നു, നിങ്ങൾ ചീത്തയാകാതിരിക്കുന്നു എന്ന് മാത്രം പോരാ. നിങ്ങൾ നന്മ കൽപ്പിക്കണം, നിങ്ങൾ തിന്മ വിലക്കുക വേണം. നിങ്ങൾ നന്മക്ക് വേണ്ടി പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, വലയസ്ഹതന്നകുമുല്ലാഹു തആല ജമീഅൻ ബിഅദാബ്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ നന്നായി ജീവിക്കുന്നു, നിങ്ങളുടെ സമൂഹത്തിലെ നന്മ നിങ്ങൾ കൽപ്പിക്കുന്നില്ല, തിന്മ വിലക്കുന്നില്ല എങ്കിൽ എന്തു സംഭവിക്കും? നിങ്ങളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ കൊണ്ട് മൂടിപ്പൊതിയും. ഔ ലയമുറുന്ന അലൈക്കും ശറാറക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നേതൃത്വം മോശപ്പെട്ട ആളുകൾക്ക് മേലേൽപ്പിക്കും. നിങ്ങളെ മോശപ്പെട്ട ആളുകൾ പിന്നെ നേതാകാകുന്ന അവസ്ഥ, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അവസ്ഥ വന്നെത്തും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സുമ്മ യദ്ഉ ഖിയാറുക്കും ഫലാ യുസ്തജാബു ലഹും. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലെ നല്ല ആളുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അവർക്ക് ഉത്തരം ലഭിക്കാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്തിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തിയിട്ട് പിന്നെ അള്ളാഹുവിനോട് മെച്ചപ്പെട്ട ആളുകൾ ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുകയില്ല. നല്ല ആളുകൾ ദുആ ചെയ്താൽ അത് സ്വീകരിക്കാത്ത അവസ്ഥ എത്തും. എന്താ കാരണം? തിന്മകൾ വ്യാപകമാവും. തിന്മകൾക്ക് മൗനസമ്മതം നൽകുകയും അത് വിലക്കാതിരിക്കുകയും നന്മ കൽപ്പിക്കാതിരിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, മസ്തഖഫ ഖൗമുൻ ബിഹഖില്ലാഹി അസ്സ വജല്ല ഇല്ലാ ബഅസ അല്ലാഹു അസ്സ വജല്ല അലൈഹിം മൻ യസ്തഖിഫു ബിഹഖിഹിം. അല്ലാഹുവിനോടുള്ള ഹക്ക്, അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ, അല്ലാഹുവിനോടുള്ള കടമകൾ ആരാണോ വീഴ്ച വരുത്തിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള കടമകൾ വീഴ്ച വരുത്തുന്നവരെ അവർക്ക് മേലയക്കും. നമ്മൾ പറയലുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ പിന്നെ അരാജകത്വമാണ്, അതല്ലെങ്കിൽ ഭരണം ശരിയല്ല, ആളുകളെ മുടിക്കുന്ന അഴിമതിയാണ്, ജനങ്ങളുടെ നികുതി പണം വാങ്ങിയിട്ട് ജനങ്ങളെ ഊറ്റിപ്പിഴിയാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. നമ്മുടെ ഹക്കിനെ പരിരക്ഷിക്കേണ്ടവർ അപഹരിക്കുന്നു, നഷ്ടപ്പെടുത്തുന്നു. എന്തുകൊണ്ടത് സംഭവിക്കുന്നുള്ള ഉത്തരമാണ് ഇവിടെ. അള്ളാഹുവിനുള്ള ഹക്ക് നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എങ്കിൽ നമ്മുടെ ഹക്കിൽ വീഴ്ച വരുത്തുന്നവരെ അള്ളാഹു നമുക്ക് മേൽ അയക്കുന്നതാണ്. ഇവിടെ ഈ പറഞ്ഞ നമ്മൾ പേടിക്കുന്ന ഭരണകൂടവും മറ്റവരും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അള്ളാഹുവിനുള്ള നമ്മുടെ ഹക്കിൽ വീഴ്ച വരുത്തുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഹക്ക് അപഹരിക്കുന്നവരെ, നമ്മുടെ ശത്രുക്കൾക്ക് തന്നെ നമുക്ക് മേൽ അള്ളാഹു അധികാരം നൽകുന്ന ഭരണാധികാരികളായി വളർത്തുന്ന അവസ്ഥയുണ്ടാകും. നമ്മുടെ ഹക്ക് നഷ്ടപ്പെടുത്തുന്നവർ നമുക്കുമേൽ നിയോഗിക്കപ്പെടുന്നത് അള്ളാഹുവിനോടുള്ള ഹക്കിൽ നമ്മൾ വീഴ്ച വരുത്തുമ്പോഴാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സൽമാനുൽ ഫാരിസി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, എന്താണ് ഇതിനുള്ള പരിഹാരം? ഇദാ അസഅത സയ്യിഅതൻ ഫീ സരീറ. ഇത് വളരെ വളരെ ഗൗരവത്തിൽ നമ്മൾ കുറിച്ചു വെക്കേണ്ട മറ്റൊരു തത്വമാണ് ഈ അസർ. നീ രഹസ്യമായൊരു തിന്മ ചെയ്താൽ ഫഅഹ്സിൻ ഹസനതൻ ഫീ സരീറ, രഹസ്യമായി നീ ആരും കാണാതെ ഒരു നന്മ ചെയ്യുക, തൗബ ചെയ്യുക. ഒപ്പം ആ തിന്മയെ പരിഹരിക്കാൻ രഹസ്യമായി ആരും അറിയാതെ ഒരു നന്മ ചെയ്യുക. വഇദാ അസഅത സയ്യിഅതൻ ഫീ അലാനിയ, നീ പരസ്യമായൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫഅഹ്സിൻ ഹസനതൻ ഫീ അലാനിയ, തത്തുല്യമായി പരസ്യമായി നീ ഒരു നന്മ ചെയ്യുക. ലികൈ തകൂന ഹാദിഹി ബിഹാദിഹി, അങ്ങനെ രഹസ്യത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ പരിഹരിക്കാൻ രഹസ്യമായും, പരസ്യത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ പരിഹരിക്കാൻ പരസ്യമായും നീ ഇങ്ങനെ പ്രവർത്തിച്ചാൽ അതിനുള്ള പ്രായശ്ചിത്തമായി ഇത് പരസ്പരം മാറും എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി നമ്മൾ സ്വീകരിക്കുക. രഹസ്യമായി പിന്നെ നമ്മളൊരു തെറ്റ് ചെയ്താൽ രഹസ്യമായി നമ്മൾ ആരും കാണാതെ, നമ്മുടെ കൂടെ കഴിയുന്ന ആൾ വരെ അറിയാതെ, നമ്മുടെ ഭാര്യയോ മക്കളോ അറിയാതെ രഹസ്യമായി നമ്മളൊരു നന്മ ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനോട് തൗബയും ഇസ്തിഗ്ഫാറും തീരും. പരസ്യമായി നമ്മളൊരാളെ ആക്ഷേപിച്ചു, എങ്ങനെയാണ് പരസ്യമായി നന്മ ചെയ്ത അയാളെ അതിനുള്ള പരിഹാരമാവുക? ഒരാളെ പരസ്യമായി ആക്ഷേപിച്ചുവെങ്കിൽ പരസ്യമായ അയാളെ നമ്മൾ പുകഴ്ത്തുക, അയാളെ കുറിച്ച് നല്ലത് പറയുക. മനസ്സിലായോ? അതല്ലാതെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നമ്മളൊരു സ്വതക്ക കൊടുക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണ് നമ്മൾ ചെയ്തത് അതിന്റെ തത്തുല്യമായ അതേ തോതിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ വീഴ്ചയെ പരിഹരിക്കുക എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഈ വിഷയത്തിലുള്ള 1-2 അസ്ർ കൂടി വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നക്കും ലൻ തൽഖൗല്ലാഹ ബിശൈഇൻ ഹുവ അഫ്ളൽ മിൻ ഖില്ലത്തി ദുനൂബ്. നിങ്ങൾക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഏറ്റവും ശ്രേഷ്ഠമായി നിങ്ങൾക്ക് പ്രവർത്തിക്കാവുന്ന കാര്യം, നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഏറ്റവും മുന്തിയ കാര്യവുമായി നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും മുന്തിയ കാര്യം മിൻ ഖില്ലത്തി ദുനൂബ്, തിന്മകൾ കുറച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നാണ്. തിന്മകൾ കുറച്ച ജീവിതം കാഴ്ചവെച്ച് നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നാണ്. പരമാവധി തിന്മകൾ പ്രവർത്തിക്കാതിരിക്കുക. അങ്ങനെ അല്ലാഹുവിനെ കണ്ടുമുട്ടലാണ് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ തൗഹീദിന് ശേഷം. സഹൽ ഇബ്നു അബ്ദുല്ലാ തസ്തുരി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ലൈസ മിൻ അമലിൻ ബിതാഅത്തില്ലാഹി സ്വാറ ഹബീബുല്ലാഹ്.
അള്ളാഹ് കൽപ്പിച്ചത് പ്രവർത്തിക്കുക, അതുമാത്രം അള്ളാഹു കൽപ്പിച്ചത് മാത്രം പ്രവർത്തിക്കുക എന്നുകൊണ്ട് ഒരാൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളായി മാറൂല. മറിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളായി മാറണമെങ്കിൽ അള്ളാഹ് കൽപ്പിച്ചത് പ്രവർത്തിക്കുന്നതോടൊപ്പം അള്ളാഹ് വിലക്കിയത് ഒഴിവാക്കണം. അള്ളാഹു വിലക്കിയത് ഒരാൾ ഒഴിവാക്കിയാൽ ഒപ്പം അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും ചെയ്താൽ, അതായത് ഹറാമുകൾ ഒഴിച്ചു നിർത്തുക, എന്നാൽ മാത്രമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി നമ്മൾ മാറുള്ളൂ. വാജിബായ നിസ്കാരത്തിൽ വീഴ്ചയില്ല, നോമ്പുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, വാജിബായ കാര്യങ്ങളൊന്നും വീഴ്ചയില്ല. പക്ഷെ ഹറാമുകൾ ഇപ്പുറത്തുണ്ട്, ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് അള്ളാഹ്ക്ക് പ്രിയപ്പെട്ടവരായി നമ്മൾ മാറൂല. തിന്മകൾ ഒഴിച്ചു നിർത്തുന്നത് വരെ, ഏതൊരു ഹറാമും അള്ളാഹു ദീനിൽ നിഷിദ്ധമാക്കിയതോ അത് അകറ്റി നിർത്തുന്നത് വരെ, ഒപ്പം നന്മകൾ പ്രവർത്തിക്കുന്നതോടൊപ്പം അള്ളാഹു നമുക്ക് ഇഷ്ടപ്പെട്ടവനായി മാറും. കാരണം അദ്ദേഹം പറയാണ്, അഅ്മാലുൽ ബിർരി യഅ്മലുഹൽ ബർറു വൽ ഫാജിർ. നന്മകൾ ചെയ്യുക എന്നുള്ളത്, നിസ്കരിക്കുക, നോമ്പ് വെക്കുക, സക്കാത്ത് കൊടുക്കുക, ഇത് തെമ്മാടിയും ചെയ്യും പുണ്യവാനും ചെയ്യും. അല്ല, നല്ല ചെയ്യുക എന്നുള്ളത്. പക്ഷെ ചീത്ത ഒഴിവാക്കുക എന്നുള്ളത് ആര് മാത്രമേ ചെയ്യുള്ളൂ? നല്ല ആൾ മാത്രമേ ചെയ്യുള്ളൂ. അത് അധർമ്മകാരികൾ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല ആളും ചീത്ത ആളും തമ്മിലുള്ള വ്യത്യാസം എന്താ? തിന്മ ഒഴിച്ചു നിർത്തുക എന്നുള്ളത്. നന്മ ചെയ്യൽ എല്ലാവരും ചെയ്യും. കള്ളു കുടിക്കുന്ന ആളും വ്യഭിചാരിയും മദ്യപാനിയും ഏതെങ്കിലും ഒരു കാലത്ത് നന്മ ചെയ്യൂലേ? ചെയ്യും. പക്ഷെ തിന്മ ഒഴിവാക്കുന്നിടത്താണ് നമ്മുടെ വ്യതിരിക്തത. അതാണ് അള്ളാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും പ്രിയവും നേടാനുള്ള മാർഗം. രണ്ട് അസർ കൂടി. ബിശ്റുൽ ഹാരിസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇൻ ലം തഅമൽ ഫലാ തഅസി. നീ ഒരു നന്മ ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ തിന്മ നീ പ്രവർത്തിക്കരുത്. അപ്പൊ നന്മ ചെയ്യുന്നതിനേക്കാൾ അഫ്ളൽ തിന്മ പ്രവർത്തിക്കാതിരിക്കലാണ്. അപ്പൊ നീ നന്മ ചെയ്തിട്ടില്ലെങ്കിലും, നിന്റെ ജീവിതത്തിൽ നന്മകൾ അധികരിച്ചിട്ടില്ലെങ്കിലും, നീ അള്ളാഹു ഹറാമാക്കിയ ഒരു തിന്മയും പ്രവർത്തിക്കരുത് എന്നാണ്. ഖത്താദ റഹിമഹുല്ലാഹ് അവസാനത്തെ അസറാണിത്. അദ്ദേഹം പറഞ്ഞു, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. അള്ളാഹു പറഞ്ഞില്ലേ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ ശൈത്താനിന്റെ കാൽപ്പാടുകളെ പിന്തുടരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തനായ ശത്രുവാണ്. ഖത്താദ റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കവേ തഫ്സീറിൽ പറഞ്ഞു, കുല്ലു മഅസിയത്തിൻ ലില്ലാഹി ഫഹിയ മിൻ ഖുതുവാതി ശൈത്താൻ. അള്ളാഹു ദീനിൽ ഹറാമാക്കി എന്തൊക്കെ തിന്മകളുണ്ടോ അതൊക്കെ ശൈത്താന്റെ കാൽപ്പാടുകളാണ്, ശൈത്താന്റെ ഖുതുവാത്തുകളാണ്. അപ്പൊ ശൈത്താന്റെ ഖുതുവാത്തുകൾ, കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റരുതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ ഹറാമായ ഒരു കാര്യവും നിങ്ങൾ പ്രവർത്തിക്കരുത്. അത് പ്രവർത്തിച്ചാൽ അതാണ് ശൈത്താന്റെ കാൽപ്പാടുകൾ, അത് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകറ്റിക്കളയും എന്ന് അദ്ദേഹം പറയാം. هذا والله تعالى أعلم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم.